Hi friends, Ithia Technologies in a മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് USB ബൂട്ടബിൾ ഡ്രൈവ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വളരെ സ്മോൾ ആയിട്ടുള്ള അതേസമയത്ത് വളരെ പോപ്പുലർ ആയിട്ടുള്ള വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൂളിനെ കുറിച്ചിട്ടാണ്. ഇതിൻ്റെ പേരാണ് റൂഫസ്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾ പല ഒക്കേഷനിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. എങ്കിലും നിങ്ങൾ കൂടുതൽ ഈ സോഫ്റ്റ്വെയറിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സോഫ്റ്റ്വെയർ നമുക്ക് ഓൾറെഡി നമുക്കറിയാം. എത്തിയ ടെക്നോളജീസിൻ്റെ ബ്ലോഗിൽ ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ബ്ലോഗ് സെക്ഷനിൽ പോയാൽ നിങ്ങൾക്ക് യു ക്യാൻ സീ ദ ഹോൾ വീഡിയോ. ഓക്കെ, അപ്പം നമ്മൾ ബൂട്ടബിൾ USB ഫ്ലാഷ് ടൂൾ എന്നാണ് ഞാൻ ആ ബ്ലോഗിന് പേരിട്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാം നമ്മൾ വേർ ടു ഡൗൺലോഡ്. ജസ്റ്റ് നമുക്ക് ഫസ്റ്റ് നമുക്ക് എങ്ങനെയാണ് അത് ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം. ഒന്നുമില്ല, നമ്മുടെ ഗൂഗിളിൽ റൂഫസ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ rufus.ie എന്ന വെബ്സൈറ്റ് നമുക്ക് ലഭിക്കുകയും ഇതാണ് ഒഫീഷ്യൽ അവരുടെ സൈറ്റ്. അപ്പോൾ നമ്മൾ ഇതിൽ 2-3 വെർഷൻസ് അവൈലബിൾ ആണ്. എന്താണ് റൂഫസ്? ഓൾറെഡി ഞാൻ പറഞ്ഞു, ഇത് ഫോർമാറ്റ് ചെയ്യുന്ന പെൻ ഡ്രൈവുകൾ അല്ലെങ്കിൽ മെമ്മറി സ്റ്റിക്ക് മുതലായവ ഈ ഫോർമാറ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഇതൊരു ബൂട്ടബിൾ OS ബൂട്ടബിൾ ആക്കി തരുന്ന ഒരു യൂട്ടിലിറ്റിയാണ്. ഇത് ചെറുതാണെങ്കിലും ലിനക്സ് അല്ലെങ്കിൽ വിൻഡോസ് UEFI മോഡലിലോ അല്ലെങ്കിൽ MBR GPT മോഡലിലോ ഒക്കെ തന്നെ നമുക്ക് റൈറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ടൂളാണ് ഇത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഒരു സിസ്റ്റം ഡയറക്റ്റ്ലി, അതേപോലെ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സവിശേഷതയാണ് ഒരു പോർട്ടബിൾ വിൻഡോസ് ടു ഗോ ഫോർമാറ്റിൽ. അതായത് നിങ്ങൾക്ക് OS ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് അതിലേക്ക് ഒരു OS ഉപയോഗിക്കാൻ വേണ്ട രീതിയിൽ നിങ്ങളുടെ USB പെൻ ഡ്രൈവിനെ മാറ്റുന്ന ഒരു യൂട്ടിലിറ്റി കൂടിയാണ് റൂഫസ്. ഇനി നമുക്ക് അതേപോലെ നിങ്ങൾക്ക് ഈ ഒരു ഡ്രൈവ് നിങ്ങൾക്ക് പോർട്ടബിൾ ആയിട്ടും ഉപയോഗിക്കാം, അതേപോലെ തന്നെ ഇൻസ്റ്റലേഷൻ ചെയ്തുകൊണ്ടും ഉപയോഗിക്കാം. ഇപ്പോൾ ഞാനിവിടെ പരിശോധിക്കുന്നത് ജസ്റ്റ് ഒരു പോർട്ടബിൾ മോഡലാണ്. 1.1 MB മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഓൾറെഡി ഐ ഹാവ് ഡൗൺലോഡ്. ആൻഡ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഇൻ്റർഫേസ് വളരെയധികം സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ആകെ ഈ ഒരു കാണുന്ന വിൻഡോ മാത്രമാണ് ഈ ഒരു റൂഫസിനുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കേണ്ട മെയിൻ ഓപ്ഷൻസ്, നമ്മളിപ്പോൾ ഓൾറെഡി ഞാനൊരു Windows 7 Ultimate 64 എന്ന പെൻ ഡ്രൈവ് ഞാൻ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അതിവിടെ പോപ്പപ്പ് ചെയ്തിരിക്കും. പിന്നെ ഞാൻ പെൻ ഡ്രൈവ് അൺപ്ലഗ് ചെയ്യുകയാണെങ്കിൽ ആ പെൻ ഡ്രൈവ് അവിടെ ലിസ്റ്റ് ചെയ്യില്ല. അതേസമയത്ത് ഞാൻ പെൻ ഡ്രൈവ് ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ ഡിവൈസ് ഓട്ടോമാറ്റിക്കായിട്ട് ആ പെൻ ഡ്രൈവിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസും അത് ഏതിലാണ് ഓൾറെഡി ഉള്ളത് എന്ന് ഒക്കെ സെലക്ട് ചെയ്ത് ഇരിക്കും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ OS ഇവിടെ ചിലപ്പോൾ ഉബുണ്ടു ആട്ടെ അല്ലെങ്കിൽ മറ്റേത് സിസ്റ്റമാകട്ടെ നിങ്ങൾക്ക് ISO ഇമേജിൽ ഡൗൺലോഡ് ഇൻ്റർനെറ്റിൽ നിന്ന് വളരെ എളുപ്പത്തിൽ ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കും. ഓക്കെ, അതിനുശേഷം ഈ ഡൗൺലോഡ് ചെയ്ത് ISO ഇമേജുകൾ നമുക്കിവിടെ ഈ സെലക്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് Windows 7 ഞാൻ ഓൾറെഡി Windows 8 Windows 7 Ultimate ഒക്കെ ISO ഇമേജസ് എൻ്റെ കൈവശമുണ്ട്. ജസ്റ്റ് ഞാനത് 7 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് കാണാം പാർട്ടീഷൻ സ്കീമുണ്ട്, അതേപോലെ തന്നെ ടാർഗറ്റ് സിസ്റ്റമുണ്ട്. പുതിയ സിസ്റ്റത്തിലൊക്കെ തന്നെ നമ്മൾ കൂടുതലും കാണുന്നത് GPT മെത്തേഡിലുള്ള പാർട്ടീഷൻ സ്കീമാണ്. അതേസമയത്ത് പഴയ ഓൾഡ് പാർട്ടീഷൻ മോഡലാണെങ്കിൽ MBR ഫോർമാറ്റിലാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് പുതിയ സിസ്റ്റം ആണെങ്കിൽ ധൈര്യപൂർവ്വം നിങ്ങൾക്ക് GPT സെലക്ട് ചെയ്യാം. അതല്ല ഓൾഡ് ഫോർമാറ്റാണ് എങ്കിൽ ഒരു 5 to 10 years ഓൾഡ് ബാക്കിലുള്ള കമ്പ്യൂട്ടർക്കാണെങ്കിൽ MBR ചൂസ് ചെയ്യുന്നതായിരിക്കും ഉചിതം. ഓക്കെ, ദെൻ GPT മോഡലാണെങ്കിൽ UEFI മോഡലിലേക്ക് എടുക്കാം. എന്നതിന് ശേഷം നമുക്ക് ഇവിടെ കാണുന്നത് പോലെ Windows 7 Ultimate ഓപ്ഷൻ എടുക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ Windows 7 Ultimate ഓക്കെ Windows 10 ആണ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ Windows to go ഒരു പൂർണ്ണ തോതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. Windows to go എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉബുണ്ടുവിലൊക്കെ നിങ്ങൾക്ക് കാണാം
ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ പെൻഡ്രൈവ് ജസ്റ്റ് ഇൻസേർട്ട് ചെയ്തുകൊണ്ട് മാത്രം തന്നെ ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കാനുള്ള ഒരു ഫീച്ചറാണ് വിൻഡോസ് ടു ഗോ. അല്ലെങ്കിൽ ഇത് ഇപ്പോൾ ഈ വിൻഡോസ് ടു ഗോ മോഡാണെങ്കിൽ വിൻഡോസ് നിങ്ങളുടെ ഇൻസ്റ്റാളേഷൻ വിത്തൗട്ട് എനി ഇൻസ്റ്റാളേഷൻ നമുക്ക് വിൻഡോസ് ഉപയോഗിക്കാനുള്ള ഒരു വേദി ഒരുക്കി തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് വളരെയധികം ഉപകാരമുള്ള ഒരു ഫീച്ചറാണ് വിൻഡോസ് ടു ഗോ. പിന്നെ നമുക്ക് ഇനി ഇങ്ങനെയാണ് വിൻഡോസ്. ഇപ്പോൾ ഞാൻ ഇവിടെ സ്റ്റാൻഡേർഡ് വിൻഡോസ് ഇൻസ്റ്റാളേഷനാണ് സെലക്ട് ചെയ്യുന്നത്. ഇനി നമുക്കത് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ വിൻഡോസ് 64 അൾട്ടിമേറ്റ് ഇൻസ്റ്റാളേഷൻ ഈ ഒരു പെൻഡ്രൈവിനെ എങ്ങനെ ബൂട്ടബിൾ ആക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ഡിഫോൾട്ട് മോഡിൽ തന്നെ ഇടുന്നതാണ്. അതിൻ്റെ ഒരു ഡിഫോൾട്ട് മോഡിൽ തന്നെ മതി. നിങ്ങൾ അഡ്വാൻസ്ഡ് ഓപ്ഷൻസ് വേണമെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അത് മാറ്റാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം, പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഓൾറെഡി ഉള്ള പെൻഡ്രൈവിലുള്ള കണ്ടൻസ് ഡിലീറ്റ് ചെയ്യപ്പെടും. അതിന് മുമ്പായിട്ടുള്ള ഒരു വാർണിംഗ് ആണ് ഇത്. ഓൾ ഡാറ്റ ഓൺ ഡിവൈസ് വിൽ ബി ഡിസ്ട്രോയിഡ്. ഓക്കെ, ഇവിടെ നിങ്ങൾ ഓക്കെ കൊടുക്കുക. ഓക്കെ, ഇനി നിങ്ങളുടെ പാർട്ടീഷൻ ഫോർമാറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കണ്ടൻസ് മുഴുവൻ, ഈ ഇമേജിലുള്ള കണ്ടൻസ് മുഴുവൻ ഈ ഒരു പെൻഡ്രൈവിലേക്ക് മാറ്റപ്പെടുകയും ബൂട്ടബിൾ മോഡിലേക്ക്, അതായത് MBR ഒക്കെ റൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ GPT ഫോർമാറ്റിലുള്ള ആ ഒരു ഫയൽസൊക്കെ ഇതിന് റൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു സ്റ്റാൻഡ് ലോൺ ബൂട്ടബിൾ ഡ്രൈവ് ആയിട്ട് ഈ പെൻ ഡ്രൈവ് അല്ലെങ്കിൽ മെമ്മറി സ്റ്റിക്ക് മാറ്റപ്പെടുകയും ചെയ്യും. ഓക്കെ, ലെറ്റ്സ് വെയിറ്റ്. ഇത് ഇനി അല്പനേരം ഈ ഒരു ട്രാൻസ്ഫർ പ്രോസസ്സ് നമുക്ക് അല്പനേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ലെറ്റ്സ് വെയിറ്റ് ഫോർ കംപ്ലീഷൻ. ഓക്കെ, കംപ്ലീഷന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ വിൻഡോസ് 7 അൾട്ടിമേറ്റ് എന്ന ഈ ഒരു ISO ഇമേജ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് പോലെ സ്റ്റാറ്റസിൽ നിങ്ങൾ റെഡി എന്ന് ഒരു നോട്ടിഫിക്കേഷൻ സൗണ്ടോടുകൂടി വന്ന് നിൽക്കും. അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പിന്നെ ഈ ഒരു പെൻ ഡ്രൈവ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മുടെ പെൻ ഡ്രൈവ് റിമൂവ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഉപയോഗിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.